ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും നന്നായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നലത്തെ ഗോൾഡിലെ 2 ട്രേഡ്സ് ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇന്നലെ സ്വാഭാവികമായിട്ടും നമ്മൾ പഠിച്ചതുപോലെ നമുക്ക് 2 ബ്രേക്ക് ഔട്ട് വേണം അല്ലേ? 2 ബ്രേക്ക് ഔട്ട് എന്ന് പറയുമ്പോൾ ഇത് ഫസ്റ്റ് ബ്രേക്ക് ഔട്ട്, ഇത് സെക്കൻഡ് ബ്രേക്ക് ഔട്ട്. ഫസ്റ്റ് ബ്രേക്ക് ഔട്ട് റൈറ്റ് സൈഡിൽ നിന്നാണ് കിട്ടിയതെങ്കിൽ നമുക്ക് സെക്കൻഡ് മൂവ്മെൻറ്റിൻ്റെ ISL ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതാണ് സെക്കൻഡ് മൂവ്മെൻറ്റ്, ഇതാണ് ഫസ്റ്റ് മൂവ്മെൻറ്റ്, ഇത് തേർഡ് മൂവ്മെൻറ്റ്. അപ്പോൾ തേർഡ് മൂവ്മെൻറ്റ് ഫോർത്ത് മൂവ്മെൻറ്റ് ഒക്കെ ഉണ്ടാകും. ചില സമയത്ത് നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് സെക്കൻഡ് മൂവ്മെൻ്റ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് 2 ബ്രേക്ക് ഔട്ട് കിട്ടി, ഫസ്റ്റ് മൂവ്മെൻറ്റ് ആൻഡ് സെക്കൻഡ് മൂവ്മെൻറ്റ് കിട്ടി. ഇനി സെക്കൻഡ് മൂവ്മെൻറ്റിൻ്റെ ISL ആണ് എടുക്കേണ്ടത്. സെക്കൻഡ് മൂവ്മെൻറ്റിൻ്റെ ISL എന്ന് പറയുമ്പോൾ ഈ ഒരു ക്യാൻഡിലാണ് ISL ആയിട്ട് വരുന്നത് അല്ലേ? ഇതാണ് ISL വരുന്നത്. ഇനി നമുക്ക് ഇത് അത്യാവശ്യം വലിയ സോണാണ് വരുന്നത്. ഇനി നമുക്ക് ട്രെൻഡ് ലൈൻ വെച്ച് ട്രെൻഡ് ലൈൻ്റെ കോൺഫ്ലുവൻസ് വച്ചിട്ട് നമുക്ക് ഇതിനെ ഒന്ന് പ്രിസൈസ് ചെയ്ത് നോക്കാം, ഏതെങ്കിലും ട്രെൻഡ് ലൈൻ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ട്രെൻഡ് ലൈൻ ടൈപ്പ് 1 കിടക്കുന്നുണ്ട് ഇവിടെ അല്ലേ? മൂന്നാമത്തെ ടച്ചിലായിരിക്കണം എൻട്രി എടുക്കേണ്ടത്. അപ്പോൾ ഇത് ഫസ്റ്റ് ടച്ച്, ഇത് സെക്കൻഡ് ടച്ച്, മൂന്നാമത്തെ ടച്ച്. ഇനി ട്രെൻഡ് ലൈൻ ടൈപ്പ് 2ഉം ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് ഫസ്റ്റ് ടച്ച്, ഇത് സെക്കൻഡ് ടച്ച്. അപ്പോൾ ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം കൂടെ കൂടുമ്പോൾ ട്രെൻഡ് ലൈൻ ടൈപ്പ് 3 ആകും, ട്രെൻഡ് ലൈൻ കിസ് ആകും ഇല്ലേ? ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കണ്ടോ, പ്രൈസ് ട്രെൻഡ് ലൈനിൽ നിന്നാണ് പ്രൈസ് പോയത്. അപ്പോൾ ഇങ്ങനെ ഒരു എൻട്രി ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ പ്രൈസ് നല്ല ബുള്ളിഷിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏത് ടൈം ഫ്രെയിമിൽ വേണമെങ്കിലും സെറ്റപ്പ് കിട്ടുവാണെങ്കിൽ എടുക്കാം. ഇപ്പോൾ ഇത് 1 അവറിലാണ് എടുത്തേക്കുന്നത്. ഇനി 30 മിനിറ്റിലോ 50 മിനിറ്റിലോ ഏത് ടൈം ഫ്രെയിമിൽ കിട്ടിയാലും നമുക്ക് ഇത് എടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം. ലൈൻ ചാർട്ട് പോവുക, 2 ബ്രേക്ക് ഔട്ട് ഉണ്ടോ എന്ന് നോക്കുക. ഫസ്റ്റ് ബ്രേക്ക് ഔട്ട്, സെക്കൻഡ് ബ്രേക്ക് ഔട്ട്, 2 ബ്രേക്ക് ഔട്ടായി നമുക്ക്. ഇനി ISL ആണ് നെക്സ്റ്റ് വേണ്ടത്. ISL എന്ന് പറയുമ്പോൾ ഈ ഒരു ക്യാൻഡിലാണ് ISL അല്ലേ? ഈ ISL ഇതാണ് ക്യാൻഡിൽ ISL. ഇനി ഇവിടെ വരുന്ന ട്രെൻഡ് ലൈൻസ് ആണ് അടുത്ത് നോക്കേണ്ടത്. ട്രെൻഡ് ലൈൻ ഇതേതാണ്? ട്രെൻഡ് ലൈൻ, ട്രെൻഡ് ലൈൻ ടൈപ്പ് 4 ആണ് അല്ലേ? ഫസ്റ്റ് ടച്ച്, ഹെഡ്, സെക്കൻഡ് ടച്ച്, മൂന്നാമത്തെ ടച്ചിലാണ് എൻട്രി എടുക്കേണ്ടത്. മൂന്നാമത്തെ ടച്ച് ചെയ്തിട്ടില്ലേ, കറക്റ്റ് ട്രെൻഡ് ലൈനിൽ ടച്ച് ചെയ്തിട്ടാണ് പ്രൈസ് മൂവ് ആയേക്കുന്നത്. അപ്പോൾ ഈ ISL സോണിൻ്റെ മുകളിൽ നിന്ന് എൻട്രി എടുക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ഈ ട്രെൻഡ് ലൈനിൽ നിന്ന് എൻട്രി എടുക്കാം. ഇങ്ങനെ നമുക്ക് സോൺ നമുക്ക് പ്രിസൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് എൻട്രി വരുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഈ കൺസെപ്റ്റിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പുതുതായിട്ടൊരു ടെലിഗ്രാം ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഈ കൺസെപ്റ്റിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് റിപ്ലൈ ചെയ്തു തരാം, അതിന് ആൻസർ ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഹാപ്പി ട്രേഡിംഗ്, ബൈ.